വാർത്തകളിലേക്ക് പോവുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ ദക്ഷിണേന്ത്യയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് NDA. തെലങ്കാനയിലും കർണാടകയിലും നില മെച്ചപ്പെടുത്തുമെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും വോട്ട് ഷെയറും സീറ്റുകളും വർദ്ധിപ്പിക്കുമെന്നാണ് അഭിപ്രായ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ NDA നേട്ടമുണ്ടാക്കില്ല എന്നാണ് ഈ ഘട്ടത്തിലും ഇന്ത്യ മുന്നണി കരുതുന്നത്. ദക്ഷിണേന്ത്യയിൽ BJP കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന സംസ്ഥാനമായി കർണാടക ഒരിക്കൽ കൂടി മാറുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. കോൺഗ്രസ് വലിയ പ്രതീക്ഷ വച്ചിരുന്ന കർണാടകയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രകടനം മെച്ചപ്പെട്ടതാവില്ലെന്നാണ് അഭിപ്രായ സർവേകൾ ഒരേപോലെ പറയുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയതിനു ശേഷം നടപ്പാക്കിയ വികസന പദ്ധതികളെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്നുവെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. പുറത്തുവന്ന അഭിപ്രായ സർവേകളിൽ ഭൂരിഭാഗത്തിലും NDA 20-ന് മുകളിൽ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു. 2019 തെരഞ്ഞെടുപ്പ് പോലെ തന്നെ കർണാടക ഇക്കുറിയും NDA തൂത്തുവാരുമെന്നാണ് സർവേ. എന്നാൽ 15 സീറ്റുകളിലധികം ഇന്ത്യ മുന്നണി നേടുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴുമുണ്ട് കോൺഗ്രസിന്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അന്തിമവിധിയല്ലെന്നും കോൺഗ്രസ് സംസ്ഥാനത്ത് മികച്ച നേട്ടമുണ്ടാക്കുമെന്നും ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും നില മെച്ചപ്പെടുത്തുമെന്നാണ് NDA സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. BJPക്കൊപ്പം തെലുങ്കുദേശം പാർട്ടിക്കും ഈ എക്സിറ്റ് പോൾ ഫലം നൽകുന്ന ഊർജം ചെറുതല്ല. NDAക്കൊപ്പം തെരഞ്ഞെടുപ്പിനെ നേരിട്ട തെലുങ്കുദേശം പാർട്ടി ആന്ധ്രയിൽ വലിയ തോതിൽ തിരിച്ചുവരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം YSR കോൺഗ്രസിന് തന്നെ. എന്നാൽ കഴിഞ്ഞ തവണത്തേതുപോലെ മൃഗീയ ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല. 90 മുതൽ 110 വരെ സീറ്റുകളെന്നാണ് ഭൂരിഭാഗം സർവേ ഫലങ്ങളും. 6 സർവേകളിൽ YSR കോൺഗ്രസും 4 സർവേകളിൽ NDA സഖ്യവും ആന്ധ്രയിൽ അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നു. ലോക്സഭയിലേക്ക് വന്നാൽ 25 സീറ്റുകളിൽ 50-50 സാധ്യതകളാണ് പല സർവേകളിലും. എന്നാൽ NDA സഖ്യത്തിന് 17 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന സർവേകളുമുണ്ട്. BJPക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് ഇന്ത്യ മുന്നണി ആവർത്തിച്ചു പറഞ്ഞ തമിഴ്നാട്ടിലും 1 മുതൽ 3 സീറ്റുകൾ NDA സഖ്യത്തിന് പ്രവചിക്കുന്നുണ്ട്. DMK സഖ്യത്തിന് കൃത്യമായ മേധാവിത്വമാണ് എല്ലാ സർവേകളിലുമുള്ളത്. തമിഴ്നാട്ടിൽ തിരിച്ചുവരവിനൊരുങ്ങുന്ന അണ്ണാ DMK സമ്പൂജ്യരാകുമെന്ന് ഭൂരിഭാഗം അഭിപ്രായ സർവേകളും പറയുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ദക്ഷിണേന്ത്യയിൽ അപ്രതീക്ഷിത മുന്നേറ്റമാണ് NDAക്ക് പ്രവചിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വോട്ട് ഷെയർ ഉയർത്തുമെന്നും സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും അഭിപ്രായ സർവേകൾ പറയുന്നു. അരുൺ പൂപ്പറമ്പയ്ക്കും അലക്സ് റാം മുഹമ്മദിനുമൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.